നായകന്മാർ പ്രതിദിനം 100 കോടി ആവശ്യപ്പെടുന്നതും അവരുടെ സ്റ്റൈലിസ്റ്റുകൾ പ്രതിദിനം 2 ലക്ഷം ആവശ്യപ്പെടുന്ന രീതിയെക്കുറിച്ച് പ്രതികരണവുമായി നിർമ്മാതാവും നടനുമായ ജോൺ എബ്രഹാം. മെന്റൽ എന്താണ് ജോൺ ഈ പ്രവണതയെക്കുറിച്ച് പറഞ്ഞത്? ഒരു വ്യവസായം എന്ന നിലയിൽ ബോളിവുഡ് ശരിക്കും കഷ്ടപ്പെടുകയാണ്. ഇത് ഇതിനകം തന്നെ ഹിന്ദി സിനിമയെ ദോഷകരമായി ബാധിക്കുന്നുണ്ട്. ഹിന്ദി സിനിമയിലെ അഭിനേതാക്കൾ വാങ്ങുന്നത് അമിതമായ പ്രതിഫലമാണെന്നും ഇതിനാൽ ഒരു വ്യവസായം എന്ന നിലയിൽ സിനിമാ ലോകം ശരിക്കും ദുരിതം അനുഭവിക്കുകയാണെന്നും ജോൺ എബ്രഹാം തുറന്നു പറയുകയാണ്. ഒരു സമയത്ത് അഭിനയിക്കേണ്ടവർക്ക് പണം നൽകേണ്ട എന്ന് തീരുമാനിക്കേണ്ടി വരും. കാരണം ഇത്രയും വലിയ തുക പ്രതിഫലം നൽകിയിട്ട് ബജറ്റ് ഉയരുന്നത് ഒരിക്കലും ശരിയല്ല. നല്ല സിനിമ പോലും എടുക്കാൻ സാധിക്കില്ല. ഇത് പരിഹാസ്യമാണ്. വരാനിരിക്കുന്ന ബോളിവുഡ് ചിത്രം ദി ഡിപ്ലോമാറ്റിൽ നായകനായ താരം ഹിന്ദി സിനിമാ വ്യവസായത്തിന്റെ അവസ്ഥ ഇന്നത്തെ അഭിനേതാക്കൾ തിരിച്ചറിയേണ്ടതുണ്ടെന്ന് പറഞ്ഞു. അഭിനേതാക്കൾ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടോ അതോ അവരുടെ ഏജന്റുമാരാണോ അവരെ ചിന്തിപ്പിക്കുന്നത് എന്ന് അറിയില്ല. എന്തായാലും നിങ്ങൾ വേറെ ഏതോ ലോകത്താണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷെ നിങ്ങൾ അത്ര മിടുക്കന്മാരായി ഇരിക്കാൻ സാധിക്കില്ല. നിങ്ങൾ യഥാർത്ഥ ലോകം കാണേണ്ടതുണ്ട്. ഒരു ദിവസം നിങ്ങൾക്ക് ഉണരേണ്ടി വരും. ഈ വ്യവസായത്തിൽ നിങ്ങൾ പ്രതിസന്ധിയിലാണ് എന്ന് അറിയേണ്ടി വരും, ജോൺ പറയുന്നു. അഭിനേതാക്കൾ പ്രതിഫലം വെട്ടിക്കുറയ്ക്കണമെന്നും അവരുടെ പ്രതിഫലം എത്രയെന്ന് അവർ തന്നെ വ്യാപകമായി പ്രചരിപ്പിക്കുന്ന രീതിയും തിരുത്തണമെന്ന് ജോൺ എബ്രഹാം പറയുന്നു. ആദ്യം തിരുത്തേണ്ടത് നിങ്ങളുടെ വ്യക്തിപരമായ ചെലവ് വെട്ടിക്കുറയ്ക്കുക എന്നതാണ്. നിങ്ങൾക്ക് അത്ര വിലയില്ലെന്ന് ഒരു സംവിധായകൻ നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾ അത് മനസ്സിലാക്കേണ്ടതുണ്ട്. ഞങ്ങൾക്ക് ഇതുവരെ ആ ചിന്തയില്ല. മറ്റ് അഭിനേതാക്കളുമായി ഞങ്ങൾ തന്നെ താരതമ്യം ചെയ്യുന്നു. പ്രതിഫലം അവർ തന്നെ പല രീതിയിൽ വിളിച്ചു പറയുന്നു. അതാണ് ഏറ്റവും മോശമായ കാര്യമെന്ന് നടൻ പറയുന്നു. എന്റർടൈൻമെന്റ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.